മോർണിംഗ് ഗൈസ്. ഞാനിപ്പോൾ ഉള്ളത് ഇറാനിലാണ്. ഇറാനിലെ കിർമാൻ എന്ന് പറയുന്ന പ്രൊവിൻസിലുള്ളത്. അപ്പം ഇന്ന് നമ്മുടെ 4ാമത്തെ ദിവസമാണ് ഇറാനിൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടുന്ന് യസ്ഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. യസ്ഡ് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ പാർസി മതവിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ. അവിടെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഉണ്ട്. ഇവിടുന്ന് 400 കിലോമീറ്റർ യസ്ഡിലേക്കുണ്ട്. സമയം രാവിലെ 10 മണിയായി. ഇവിടെ ഒരിക്കലും നമുക്ക് 6 മണിക്കോ 7 മണിക്കോ എഴുന്നേറ്റ് റൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല തണുപ്പാണ്. ഇപ്പം തന്നെ നല്ല തണുപ്പാണ് പുറത്ത്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയാൽ മാത്രമേ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ കേട്ടോ. വണ്ടിയെല്ലാം സെറ്റാണ്, എല്ലാം പാക്ക് ചെയ്തു, സെറ്റ് ചെയ്ത് വെച്ചു. ഞാനിപ്പം താമസിക്കുന്ന ഹോട്ടലുള്ളത്. പിന്നെ നമുക്ക് യസ്ഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒരു ദിവസം ഹോൾഡ് ചെയ്യും. നാളെ റൈഡ് ചെയ്യില്ല, നാളെ അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ യസ്ഡ് ലോക്കലൊക്കെ നമുക്കൊന്ന് കറങ്ങാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കട്ടൊക്കെ കൂടെ നിൽക്കുക കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. വിടാം യസ്ഡിലേക്ക്. രാത്രി നല്ല തണുപ്പൊക്കെ ഇട്ടിട്ടുണ്ടേ എഞ്ചിനെല്ലാം ശരിക്കും തണുത്ത് കേട്ടോ. കാരണം ഷോക്ക് ഇട്ടിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലോണം തണുത്ത എഞ്ചിനെല്ലാം. എനിക്ക് കുറച്ച് റണ്ണിങ് കൂട്ടിയുണ്ട്, അപ്പോൾ ശരിയായിക്കോളും. ആദ്യം നമുക്കൊരു ടവൽ വേണം, കാരണം മുഖത്ത് കാറ്റടിക്കുമ്പം ജലദോഷം വരും ബാങ്കിലാണ്ട്. ടവലായിട്ടാണ് ശരിയാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു തുണിപ്പീടെ കണ്ടെത്തണം. ഇന്നലെ ഇവിടെയാണ് ഞാൻ കടന്നത് കേട്ടോ. ഈ സ്ഥലത്ത് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടോ. ഇതേ കിടക്കുന്ന നല്ലൊരു ഷോപ്പ്. ഷാൾ, ഫേസ് ഇടാൻ വേണ്ടിയിട്ട് ഷാൾ ഉണ്ടാ. ഞാനിവിടെ നല്ല കട്ടിയുള്ള സോക്സ് വാങ്ങി, അതുപോലത്തെ ഈ ഒരു ഷാൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ കഴുത്തിനിട്ടാൽ കുറേ തണുപ്പ് പോയി കിട്ടും കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ മുഖത്തേക്ക് നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് ഇവിടെ നിന്നിടാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ഐസിൻ്റെ ഇടയിൽ കൂടെ പോകേണ്ടത്. താങ്ക് യു. അപ്പം മാപ്പ് വെച്ചിട്ട് വിടാം. അപ്പോൾ മാപ്പ് വെച്ചിട്ട് വിടാൻ നേരെ യസ്ഡ് കേട്ടോ. യസ്ഡ് കറൻസി കൺവേർട്ട് ഭയങ്കര പ്രശ്നമാണ്. 1 രൂപ 150. അപ്പോൾ അങ്ങനെ കണക്ക് കൊടുക്കും. 10 രൂപ 1500, 100 രൂപ 15000, ഇങ്ങനെ കണക്ക് കൂട്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എന്താ പറയുക, അവിടെ നിന്ന് ഏകദേശം ഞാൻ ഇവിടുത്തെ 45 ലക്ഷം രൂപ കറൻസി മാറ്റിയിട്ടുണ്ടായിരുന്നു ഷാർജയിൽ നിന്ന്. 1500 ദിർഹംസ്, ഓൾമോസ്റ്റ് ഒരു 30,000 ഉറുപ്പിക കൊടുത്തിട്ട് 30,000 താഴെ ഉറുപ്പിക കൊടുത്തിട്ട് ഞാൻ അത്രയും കറൻസി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം 30,000 രൂപയാണ് നിലവിൽ ഇറാൻ്റെ എൻ്റെ ബഡ്ജറ്റ്. ഇറാനിൽ ഈ 15 ദിവസം യാത്ര ചെയ്യാൻ അതിൻ്റെ പകുതിയില ഒരു ഇപ്പം ഏകദേശം 45 ലക്ഷത്തിൻ്റെ 25ഉം ഒരു 30 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ കൈമേലുണ്ട്. ഇനി 15 ലക്ഷം മാത്രമേ ചിലവായിട്ടുള്ളൂ. ചിലവ് വളരെ കുറവാണ് കേട്ടോ. ഇവിടെ അത്ര വലിയ എക്സ്പെൻസീവ് ഇല്ല. ഈ ഗോപ്രോ ഇല്ലേ, അതിപ്പോൾ എന്താണെന്നല്ല ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആകുന്നുണ്ട് സംഭവം. ഈ ഞാൻ മൈക്ക് സെറ്റ് മൊത്തം ഉള്ളിൽ കൊടുത്തില്ലേ, അപ്പോൾ അതിന് ശേഷം ഷോർട്ട് ആകുന്നതൊക്കെ ഓഫ് ആകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കാലാവസ്ഥ മാറിയതിനു ശേഷം തണുപ്പിൻ്റെ ആണോ എന്താണെന്നല്ല ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആവില്ല. എന്നിട്ട് വണ്ടി ആദ്യം നിർത്തി ഗ്ലൗസൊക്കെ അഴിച്ചു, ഹെൽമെറ്റ് അഴിച്ചിറക്കി, ബാറ്ററി ഊരി മാറ്റി, എന്നിട്ട് രണ്ടാമതും ചെയ്യണം. അപ്പോൾ അത് ശരിക്കും കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ. ഇപ്പോൾ ചില സമയത്ത് നല്ല നല്ല വിഷ്വൽസ് കിട്ടുമ്പോൾ റണ്ണിങ്ങിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റെക്കോർഡ് ആവില്ല. അപ്പോൾ അതിലൊക്കെ ഒരു പ്രശ്നമാണ്. ഈ യാത്രയിൽ എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ പുറകിലുള്ള വണ്ടി നോക്കണം, പിന്നെ GPS നോക്കണം, അതുപോലെ തന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യണം. അതിനിടയിൽ മറ്റൊരു തലവേനാണ് ഈ ഗോപ്രോ നോക്കണം, റെക്കോർഡ് ആകുന്നുണ്ടോ നോക്കണം. ഈ ലെൻസില്ലേ, ഈ ലെൻസിൻ്റെ മുകളിൽ മണ്ണുണ്ടോ നോക്കി നിങ്ങൾ തുടച്ചു കൊടുക്കണം. ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്.
അപ്പോൾ നമുക്ക് അതുകൊണ്ട് ചില ഈ വീഡിയോ എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് ചില പിഴവുകൾ വരും. പക്ഷെ അത് അനുഭവിക്കണം കേട്ടോ, അനുഭവിച്ചാലേ മനസ്സിലാവും എത്രത്തോളം കഷ്ടപ്പെടാന്നുള്ളത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ആ സപ്പോർട്ട് മതി, വേറൊന്നും വേണ്ട. പെട്രോൾ അടിക്കണം, കാരണം അവിടെ പമ്പുണ്ട്. എങ്ങോട്ടൊക്കെ എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ട് പമ്പുള്ളതെന്ന് പറയാൻ പറ്റുമല്ലോ. ഇപ്പം 3, 2, 5 കട്ടയുണ്ട്. അപ്പം പരീക്ഷണത്തിന് നിൽക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഇതിലേ കൂടെ ഇറക്കും. ഇവിടെ ഓഫ് റോഡാണ്. ഇറക്കി കഴിഞ്ഞാൽ ഒറ്റ എടുക്കലും എടുക്കേണ്ടി വരും. അവിടെ ഇറക്കാനുള്ള സ്ഥലം കാണുന്നില്ല, പമ്പെന്ന് ഇറങ്ങി പേരുന്ന സ്ഥലത്താണ്. കാരണം എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിനൊരു കോൺഫിഡൻ്റ് ആണ്. ഈ ഫ്യൂൽ ക്യാനിൽ ഞാനിപ്പോൾ അടിച്ചിട്ടൊന്നുമില്ല, മൊത്തം എംറ്റി ആണ്. കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പമ്പുകളുള്ളതുകൊണ്ട് ഫ്യൂൽ ക്യാനിൽ അടിക്കേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് അടിക്കണോ വേണ്ടിയോ എന്നുള്ളത് സിറ്റുവേഷൻ നോക്കിയിട്ട് തീരുമാനിക്കണം. ഡേഞ്ചറാണ് ഇപ്പോൾ ചെയ്തത്, പക്ഷേ ഇതിൽ വണ്ടിയൊന്നുമില്ല, അതുകൊണ്ട് കേട്ടോ. നമ്മൾ തന്നെ എണ്ണ അടിക്കണം. നമ്മൾ എണ്ണ അടിച്ചിട്ട് നമുക്ക് എത്ര പൈസക്ക് വേണ്ടത് നമ്മൾ അടിക്കുക, എന്നിട്ട് അവർക്ക് പൈസ കൊടുക്കുക. അതാണ് ഇവിടുത്തെ സിസ്റ്റം. ഇവിടുത്തെ മാത്രമല്ല കേട്ടോ, പല രാജ്യങ്ങളിലും അങ്ങനെയാണ് സിസ്റ്റം. പിന്നെ ചില രാജ്യങ്ങളിൽ കാർഡ് വെച്ചിട്ട് മാത്രം എണ്ണ അടിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ട്. പെട്രോൾ കാർഡൊക്കെ വെച്ചിട്ട് അവിടെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഇറാനിലെ നമ്മൾ പഠിച്ചില്ലേ, ഇനി ഓരോ സ്ഥലത്തും പഠിക്കാം. നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം ഇവിടെ നിർത്തിയിട്ട്. ഹോട്ടൽ തന്നെയല്ല, നിങ്ങൾ കണ്ടോ ഇപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് കണ്ട ഹോട്ടലാണെന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ തിരിച്ചറിയാം. ആകെ അവിടെ ഫ്രണ്ടിലൊരു സ്റ്റൗ ഉണ്ട്, സ്റ്റൗ ഉള്ളതുകൊണ്ട് മാത്രമേ തിരിച്ചറിഞ്ഞത്. പിന്നെ ഇവിടെ ഗ്രില്ല് ചെയ്യാനൊരു സാധനം, അല്ലാണ്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. ഒരു ബോർഡും ഇല്ല, ഒന്നുമില്ല. വാട്ട് യു ഹാവ് ഫുഡ്? മുറുഗ്, മുറുഗ് പഠിച്ചു വന്നെ, കഷ്ടപ്പെടല്ലോ. വെയിറ്റ്, ഷബാബിഷ്. ഓക്കെ, 1 പ്ലേറ്റ്. ഓ, അങ്ങനെ കിട്ടി. എന്നോട് മൂപ്പര് ചോദിച്ചു ഏത് നാട്ടുകാരനാണ്. അപ്പം ഒരുപാട് ലിസ്റ്റ് തന്നു, ഫ്രഞ്ചാണോ അല്ലെങ്കിൽ എവിടെയാണോ. ഞാൻ പിന്നെ മൂന്നര ഇന്ത്യക്കാരൻ. കേട്ടിട്ട് ഭയങ്കര സന്തോഷം. ഇത് ഒരു മിഡിൽ ഓഫ് ദി ഡെസേർട്ടാണ്. ഞാൻ ഈ വന്ന വഴിക്ക് ഒരുപാട് സമയം ഞാൻ റെസ്റ്റോറൻറ്റ് വന്നപ്പോൾ എവിടെയും കാണുന്നില്ല. ഇവിടെ അവർ വെള്ളം ചൂടാക്കുന്ന ഒരു സിസ്റ്റം കണ്ടോ, ഗ്യാസിൽ കത്തിച്ചിട്ട് ചൂടാക്കുന്നു. ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ പോലെ, പക്ഷേങ്കിൽ എൻ്റെ ഗിയേഴ്സ് ടൈറ്റ് ആണ്, എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇവിടെ ഒക്കെ സീറ്റുണ്ട്. പിന്നെ ചിക്കൻ അവർ കബാബാന്ന് പറഞ്ഞത്. കബാബിന് എല്ലാത്തിലും കബാബ് തന്നെയാണ് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ കേട്ടോ, നമ്മുടെ നാട്ടിൽ നമ്മൾ ചുടുന്നില്ലേ ആ സംഭവം. ഇതൊക്കെ ഇവിടുന്ന് വന്നതാണ് എനിക്ക് തോന്നുന്നത്, കനലിൽ ചുടുന്നത്. ഇതാണ് ഞാനിപ്പോൾ ഉള്ളൊരു ഏരിയ. അത് വണ്ടിയുടെ സർവീസ് സെൻ്ററാണ്. ഇവിടെ എന്തിൻ്റെ ഒരു ഷോപ്പുണ്ട്, ഫുഡൊന്നുമല്ല വേറെന്തോ ഷോപ്പാണ്. മരുഭൂമിയാണ്, അപ്പുറത്ത് മഞ്ഞുമലയുണ്ട്. ഈ റൂട്ടാണ് നമ്മളിപ്പോൾ വന്നത്. ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്. ഇത് ഇന്നും നേരെ ഇവിടെ നമ്മുടെ സൂര്യൻ, ഞാൻ ഈ കാണിക്കുന്ന ഫിംഗറില്ലേ അവിടെ ഉണ്ട് ചന്ദ്രൻ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു ടൈമിൽ എപ്പോഴും ചന്ദ്രനും സൂര്യനും ഒരേ സമയത്ത് വരുന്നു. ഇവിടെ തണുപ്പ് കുറച്ച് കുറവുണ്ട്, വെയിലൊക്കെ അടിക്കുന്നതാണ് തോന്നുന്നു. ഉച്ചയാവേണ്ടെന്ന് തോന്നുന്നത്. വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും തണുപ്പ് കൂടും കേട്ടോ. ഇനി നമുക്ക് 270 കിലോമീറ്റർ ഇനി ഓടിക്കാനുണ്ട്. ഇതാണ് ഫുഡ്, വൈറ്റ് റൈസും പിന്നെ നമ്മളിപ്പം കണ്ട ഈ ഒരു കബാബും. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇവിടെ ഗ്രേവി ഉണ്ടാവില്ല കേട്ടോ. ഓൾവേസ് നമുക്ക് ഇങ്ങനെ കിട്ടും, വൈറ്റ് റൈസ് കിട്ടും, പിന്നെ എന്തെങ്കിലും ചിക്കൻ മുറിച്ചൊക്കെ ആയിട്ട് കിട്ടും. ഇത് തന്നെയാണ് കറി. അപ്പം ഈ വൈറ്റ് റൈസ് തിന്നോ, അതുപോലെ തക്കാളി ഉള്ളിയൊക്കെ ടേസ്റ്റ് ചെയ്ത് തിന്നോ, അതാണ് വേണ്ടത്. കുഴപ്പമില്ല, നല്ല ഫുഡാണ്, കഴിക്കേണ്ട ആവശ്യമില്ല. ഇന്നലൊക്കെ എൻജോയ് ചെയ്ത് എനിക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പം ഞാൻ പതുക്കെ കഴിക്കട്ടെ. ഫുഡ് കഴിച്ചു ഇറങ്ങി.
എൻ്റെ കയ്യിലുള്ളത് ഇവിടുത്തെ 50,000 നോട്ടാണ്. 50,000 എന്ന് വെച്ചാൽ 5 ലക്ഷം ഒരു നോട്ട്. അതിന് ഒരു 0 കുറച്ചിട്ട് നമ്മൾ കാണാൻ പറ്റും. ഇവിടുത്തെ നോട്ടിൻ്റെ പ്രത്യേകത അറിയാം, 5 ലക്ഷം ഉണ്ടെങ്കിലും നമ്മളത് എപ്പോഴും പുറത്ത് നമ്മൾ വിനിമയം നടത്തുമ്പോൾ ഒരു 0 കുറച്ചിട്ട് മാത്രമേ കണക്കൂട്ടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് പുതിയ കറൻസി ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഇവിടെ കൊടുത്തപ്പോൾ ഇവർക്ക് കറൻസി ഭയങ്കര സംശയം. കുറേ നോക്കി എല്ലാവരും നോക്കിയാൽ ഒറിജിനലാണെന്ന് ഉറപ്പ് വരുത്തിട്ട് എടുത്തേട്ടോ. ഇത് കുറച്ച് ഉള്ളേരിയാണ്, അതുകൊണ്ടായിരിക്കും. ശരിക്കും നമുക്ക് ഇവിടെയൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്, അവർ എടുത്തോട്ടെ. ഓക്കെ താങ്ക് യു. ഇവിടെ ഞാനിപ്പോൾ കണ്ട വഴിയിലെ കാഴ്ചകളെന്താണെന്ന് വെച്ചാൽ മുഴുവനും മണ്ണില്ലേ, മണ്ണ് കൊണ്ട് പണിത വീടുകളാണ്. നല്ല ബോൾ പോലെ മുകൾ വച്ച് ഇങ്ങനെ ഉരുട്ടി കൊടുത്തിട്ടൊക്കെയുള്ള വീടുകൾ കേട്ടോ. അധികം എല്ലാം മണ്ണ് കൊണ്ടാണ് മെയിൻ ഇവർ വീട് പണിയുന്നത്. ഒരു കണക്കിന് നമ്മളിപ്പം ഇഷ്ടിക ഒക്കെ മണ്ണല്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഇവർ മണ്ണ് കുഴച്ചിട്ട് പണിതിട്ട് ചുട്ടെടുക്കുന്നതായിരിക്കും നല്ല ഉറപ്പും. ഒരാളും തിരക്കും ഒന്നും ഇല്ലാത്തൊരു ടൗണ്. ഈ ഏരിയയിൽ ഭയങ്കര കാറ്റാണ്. ഈ ഭാഗത്താണ് കാറ്റ് വരുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നല്ല സ്പീഡ്, നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. അപ്പോൾ ഒമാനിൽ കിട്ടിയതിനേക്കാളും ഡബിൾ സ്പീഡ്. അപ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ വണ്ടി ഇങ്ങനെയല്ല വണ്ടി പോകുന്നത്, കാറ്റടിക്കാൻ വണ്ടി ചെരിയും, ഇങ്ങനെ ചെരിഞ്ഞിട്ട് പോവാ. ഈ സൈഡ് ഇങ്ങനെ ചെരിയുന്നത്, ഇങ്ങനെയുള്ള വണ്ടി ചെരിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വെച്ച് ടയർ പഞ്ചറോ മറ്റോ ഇടും, നോക്കും അല്ല കാറ്റിന്. കാരണം ഞാൻ ഈ ക്യാമറ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ എടുത്തപ്പം ഒരു ഹാൻഡിൽ പോയപ്പോൾ തന്നെ വണ്ടി ഫുള്ള് ഷേക്കായി. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിലറൊക്കെ വരും നല്ല സ്പീഡിൽ. ഈ ട്രെയിലറൊക്കെ വരുമ്പോഴോ നമ്മൾ സ്ലോ ആക്കി നിർത്തിയേ പറ്റും, അല്ലെങ്കിൽ പണി കിട്ടും. സൗണ്ട് കേട്ടോ നിങ്ങൾ? ഫ്ലാഗ് പറക്കുന്നുണ്ടോ ബേക്കിൽ? അതാണ് കാറ്റിൻ്റെ ഗതി. നല്ല കാറ്റാട്ടോ. ഇനി 245 കിലോമീറ്റർ. വിജനമായ ഏരിയ. കണ്ടോ ആ ട്രക്ക് പോകുമ്പോൾ തന്നെ വണ്ടി ഒലയുന്നുണ്ടോ? ട്രക്ക് മീൻസ് അത്രയും ചെറിയ ട്രക്കാണ് അത്. അതിനേക്കാളും ഡബിൾ ത്രിബിൾ സ്പീഡ് പോകുന്ന ട്രക്കുകൾ വരുമ്പോൾ പ്രശ്നം മൊത്തം വരും. നമ്മളൊരിക്കലും ഇതുപോലുള്ള സ്ഥലങ്ങൾ അമിത വേഗത്തിൽ പോകാൻ പാടില്ല കേട്ടോ. സ്പീഡ് കുറച്ചിട്ട് കൺട്രോൾ സ്പീഡിൽ മാത്രം. വണ്ടി ഉണ്ടോ ഒരു സൈഡൊക്കെ ചെരിയാൻ തുടങ്ങി, സ്പീഡ് എടുക്കുന്നത്. ഇങ്ങനെയാണ് വണ്ടി ഉള്ളത്. ഇത്രയും ലഗേജിൻ്റെ വണ്ടിയിൽ അത്രയും എക്സ്ട്രാ ലഗേജ് കയറിയിട്ട് കൂടി വണ്ടി ഈ ഒരു അവസ്ഥയിലുള്ളത്. അങ്ങനെ ഏകദേശം ഒരു 130 കിലോമീറ്റർ ഡിസ്റ്റൻസിന് ശേഷം നമുക്കൊരു റെസ്റ്റ് ഏരിയ കിട്ടിയിട്ടുണ്ട്. റെസ്റ്റ് ഏരിയ എന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ പെട്രോൾ അടിക്കാൻ പറ്റും, അതുപോലെ ഫുഡ് കഴിക്കാം. എനിക്ക് പെട്രോളല്ല, മെയിനായിട്ട് എനിക്ക് ഒരു ചായ കുടിക്കണമെന്നുണ്ട്. ചായൻ്റെ ഷോപ്പ് ഇതാണ്. എന്താ കാറ്റേത്? ഗ്ലൗസ് വെച്ചപ്പോൾ നേരെ പുറത്തെ ക്ലൈമറ്റ് ശരിക്കും പിടിക്കുന്നു. കാറ്റ് തന്നെ ഭയങ്കര കാറ്റുണ്ടോ ഈ ഏരിയ ഉണ്ടോ? ട്രക്കുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നോക്കാം ഇവിടെ എന്തുള്ളു. ചായ് ചായ് ഓക്കെ. ചായ് ചായ്
ഓക്കെ. ആ ഇവിടെ ഉണ്ട് കേട്ടോ ചായ. അയാൾ ഒന്ന് കൈ തന്നിട്ടുണ്ടോ? പക്ഷെ ഒന്ന് പറയണമെന്ന് അറിയാതെ കൊണ്ടാണ്. ഓക്കെ, 1 ചായ. ഓക്കെ, ഒരു ചായ. ചായ വന്ന്. 2-3-4 കേട്ടോ. ഇത് പഞ്ചസാര കേട്ടോ, പഞ്ചസാര കുറേ കേട്ടോ. ഞാനിപ്പോഴും ചെറുപ്പക്കാരനാ. ഇത് ഓക്കെ, എന്ത് സാധനം എന്തൊക്കെയോ ഉണ്ടല്ലോ ഇവിടെ. ഇതൊരു ഷോപ്പാട്ടോ. നിങ്ങൾ നോക്കി ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ അച്ചാറൊക്കെ ഉണ്ടല്ലോ, ഉപ്പിലിട്ട അച്ചാറൊക്കെ ഉണ്ട് ഇവിടെ, ഒലീവിൻ്റെ ഒക്കെ ആയിട്ട്. ടോട്ടലി ഡിഫറെൻറ്റ്. ഞാൻ ജസ്റ്റ് എസ്കേപ്പ് നോക്കി. നിങ്ങൾ പുറത്ത് ക്ലൈമറ്റ് ഒക്കെ കുറവോ, ഞാൻ ജസ്റ്റ് എസ്കേപ്പ് ഇതിൻ്റെ ഉള്ളിൽ കയറി. ഓക്കെ, ഇത് കേട്ടോ, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ ആ പൊടിയിൽ ഞാൻ പൊട്ടിയ കുടുങ്ങുമായിരുന്നു കേട്ടോ. ഓ, ജസ്റ്റ് എസ്കേപ്പ്. ഒന്ന് ആലോചിച്ചൊക്കെ ഇത്ര വലിയ പൊടിക്കാരെന്നറിയോ. യെസ്സിലെ ക്ലൈമറ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ഇതുപോലെ ആവുമെന്നുള്ള കാര്യത്തിൽ പേടിയുണ്ട്. കാരണം ഇങ്ങനത്തെ ക്ലൈമറ്റിൽ കുഴപ്പം തരും, നമുക്ക് എക്സ്പ്ലോറിങ് നടക്കില്ല. ഇപ്പോൾ ലോക്കൽ വില്ലേജിൽ പോകണം അല്ലെങ്കിൽ ലോക്കൽ ആൾക്കാരോട് സംസാരിക്കണമെന്ന് നടക്കില്ല കേട്ടോ. ഇന്ത്യ. ഒരു മിനിറ്റ്, ഞാനേ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം ഓക്കെ ഒരു സെക്കൻഡ്. ഞാൻ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. مسجد ابوالفرس مهمانای شما خوش آمدن. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് യഷ്ദിലേക്ക് വെൽക്കം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഐ ആം ഫ്രം ഇന്ത്യ. به استان یزد خوش آمدید. Okay. Okay. What is your name? فارسی وارد. What is your name? Mirza Hussain. Mirza Hussain. Okay. Okay. Shakir. Mirza Hussain. Mirza Hussain. Okay. My name is Shakir. Teşekkür. ഇത് ഷാക്കിറാന്ന് തോന്നുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ വേറെ കാര്യമുണ്ട്. ഓക്കെ ഓക്കെ ഇവിടെ വേറെ കാര്യമുണ്ട്. ഇവര് ഗ്യാസ് ഉണ്ടോ, ഗ്യാസ് എല്ലാ വീടുകളും പുറത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ പുറത്ത് ഉള്ളിയൊക്കെ വെച്ച് വെക്കുന്നില്ലേ, അതുപോലെ ഗ്യാസ് കിട്ടും കേട്ടോ. എല്ലാ ഷോപ്പിൻ്റെ പുറത്തുണ്ടാവും. ഇതാണ് സമോവർ, ചായ ചൂടാക്കുന്ന സമോവർ. ഇത് ഈ ഗ്യാസിൽ തായൽ കത്തിച്ച് ചൂടാക്കിയിട്ട് നല്ലൊരു സെറ്റപ്പാണല്ലോ. പിന്നെ പുല്ലുമുട്ടായാണ് ഈ കിടക്കുന്നത്, നമ്മുടെ നാട്ടിലത്തെ പുല്ലുമുട്ടായി. ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ സമയം ലേറ്റ് ആവും. ഓക്കെ اوكي ثانك يو. با امید خدا خیر پیش. اوكي با امید خدا موفق باش. اوكي تشکر. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ഹുദാഫീസ്. നല്ല സ്വഭാവം കേട്ടോ, അടിപൊളി മനുഷ്യൻ. കാരണം ഞാൻ വിചാരിച്ചു ഞാൻ എന്നെ വണ്ടി കണ്ടുകൊണ്ടായിരിക്കുന്നു, പക്ഷെ അല്ല, ഇവിടെ വരുന്ന എല്ലാവരുടെ മൂപ്പർ നല്ല രീതിയിൽ പെരുമാറുന്നത്. ഒരു പാവം മനുഷ്യൻ കേട്ടോ. ഞാൻ നോക്കിയിട്ടില്ല, കൈ കിട്ട പൈസ എടുത്ത് കൊടുത്തിട്ട് ഞാൻ അവിടെ വെച്ച് ഒരു ചായ കുടിച്ചു. കാണും പാവം, എനിക്കെന്താ സങ്കടം തോന്നുന്നു നിങ്ങളുടെ മനുഷ്യന്മാരെ കാണുമ്പോൾ. ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഈ പ്രായത്തിലും. ഇവർക്കൊന്നും വേറെ വരുമാന മാർഗമൊന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാവരും കണക്കിന് ഭാഗ്യവന്മാരാണ് മലയാളികളോടാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ജോബ് നാട്ടിൽ കിട്ടും. നാട്ടിൽ ഈ പഴയകാല സിനിമയിലെ മോഹൻലാലിനെ പോലെ മമ്മൂട്ടിനെ പോലെ നമ്മൾ ജോലി അന്വേഷിച്ചിട്ട് നമ്മൾ ജോലി ഇല്ലാതെ തെണ്ടുന്ന ടൈപ്പ് അങ്ങനെയൊന്നല്ല. ഇപ്പം എന്തെങ്കിലും ഒരു ജോലി കിട്ടും നാട്ടിൽ. പക്ഷെ ഇവർക്കൊന്നും ഒരു ഓപ്ഷനില്ല. ഇവർ ഈ ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും കൃഷിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ജോലി, അല്ല പുറത്ത് എവിടെയും പോകണ്ട. ഇവിടെ ഒന്നും വേറെ ജോലിയില്ല. ഇദ്ദേഹം ഇപ്പോൾ ചെറിയ ചായപ്പൊടി എടുത്തിട്ട് അവിടെ ജീവിക്കുന്നു. നമ്മൾ ഇവരൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം കേട്ടോ നല്ലോണം. എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞുമക്കളോടാണ്
നിങ്ങൾ മൂത്ത ആൾക്കാരൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം. കാരണം ആ തലക്കകത്ത് കിടക്കുന്നത് മുഴുവനും 10-60 കൊല്ലത്തെ പിന്നെ എക്സ്പീരിയൻസ് ആണ്. നമ്മളൊക്കെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ റൂട്ടിലെ ആദ്യത്തെ ചെക്ക് പോയിന്റ് ഫസ്റ്റ് ടൈം ഞാൻ നിർത്തിച്ച ചെക്ക് പോയിന്റ് നമുക്ക് എന്താ പറയുക. ഹലോ, ഹായ്, ബാക്ക്. کرمان زایدان बंदर अब्बास, بندر عباس किरमान, यस, तेहरान, अजरबैजान, آذربایجان پاکستان افغانستان नो ओमान, ओमान, दुबई, बंदर अब्बास, عمان دبی بندر عباس کرمان یزد शिप اصفهان या इस्फान, लेटर تهران अजरबैजान. ഓക്കെ, താങ്ക് യു. അപ്പം അവർ ജസ്റ്റ് പാസ്പോർട്ട് നോക്കിയിട്ടുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എസ്റ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പാസ്പോർട്ടിൽ വിസയൊന്നുമില്ല, അവർക്ക് വിസയൊന്നും കാണണ്ട, പാസ്പോർട്ട് മാത്രം കണ്ടാൽ മതി. പിന്നെ ഈ നമ്മളിവരെ ഉപദ്രവിക്കില്ലെന്നറിയാം. ഇവരുടെ ശത്രുക്കളുടെ പാസ്പോർട്ടൊക്കെ ആണെങ്കിൽ ഇവർ മെയിനായിട്ട് എല്ലാം അയച്ചു കുറച്ച് നോക്കും. നമ്മളൊക്കെ സുഹൃത്തുക്കളല്ലേ, ശത്രുക്കളല്ലല്ലോ. തണുപ്പ്, നല്ല തണുപ്പ്. സൂര്യേട്ടനൊക്കെ ആ മേഘത്തിനടി കുടുങ്ങിയ ശേഷം തണുപ്പ് കുറച്ചും കൂടി കൂടി കേട്ടോ. ഇനി 36 കിലോമീറ്റർ, എനിക്ക് തോന്നുന്നു ജസ്റ്റ് പ്രൊവിൻസിലേക്ക് പ്രവേശിച്ചെന്ന് തോന്നുന്നത്, അല്ലാണ്ട് ചെക്ക് പോസ്റ്റ് ഇവിടെ വരില്ല. ഇനി 36 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. സമയം 4:10 കേട്ടോ. 4:10 ആകുമ്പോഴേക്കും സൂര്യൻ താഴാൻ തുടങ്ങി. ഇവിടെ 10 മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു 4:30-5 മണിക്ക് റൈഡ് നിർത്താം. ഈ ടൈമിനുള്ളിൽ എത്താൻ വരുന്ന സ്ഥലത്തെത്തും. അത് ഈ ഒരു ക്ലൈമറ്റിലാണ്. ക്ലൈമറ്റ് തണുപ്പൊന്നുമില്ലെങ്കിൽ വിഷയമില്ല. പിന്നെ നിങ്ങൾ കണ്ട എല്ലാ സ്ഥലത്തും ഒരു പുക അടിച്ചിട്ടാണ് എവിടെ നോക്കിയാലും. അത് പൊടിക്കാറ്റാണ്. പൊടിക്കാറ്റും തണുപ്പും നല്ല കോമ്പിനേഷൻ, നല്ല അലവിയും മത്തിക്കറിയും പോലെ. സമയം 4:30 മണിയായി. നമ്മളങ്ങനെ യസ്ദയിൽ ടൗണിലേക്ക് കയറി. സിറ്റിക്കുള്ളിൽ കയറിയിട്ടില്ല, സിറ്റി ആണോ എന്നറിയില്ല. അവിടെ എൻട്രൻസ് അവാർഡുണ്ട്, അത് കഴിഞ്ഞു. അപ്പം ഞാൻ ഹോട്ടൽ തപ്പുമായിരുന്നു. 4:30 മണിയാകുമ്പോഴേക്കും ലൈറ്റൊക്കെ പോയി, ഡാർക്കായി. അവിടെയൊക്കെ സ്നോ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, ലൈറ്റൊക്കെ പോയി ഡാർക്കായിട്ടുണ്ട്. ഇനി പ്ലാൻ വളരെ സിമ്പിളാണ്. ഒരു റൂം തപ്പണം, 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണം. മാക്സിമം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നല്ലൊരു മെക്കാനിക്കിന് കിട്ടിയിട്ട് oil change, oil
ഓക്കെ വെയിറ്റ് മക്കളെ ഇപ്പോൾ ശരിയാക്കി അപ്പോൾ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ സൈഡ് മൊത്തം അയച്ചിറക്കിയിട്ട് നോക്കുന്നുണ്ട്. ഞാനിപ്പം 390 കിലോമീറ്റർ ഓടി വന്നതാണ്. നാട്ടിലെ മെക്കാനിക്കുകളൊക്കെ പറയും ഒന്ന് തണിയട്ടെ എന്ന് പറയും. ഇവരൊന്നും നോക്കുന്നില്ല, സാധനം അയച്ചിറക്കാൻ നോക്കുന്നുണ്ട്. നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഞാനവിടെ ഷോപ്പിൽ ഓയിൽ വാങ്ങാൻ പോകുന്നതാണ്. ഇവിടുത്തെ ഓയിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോക്കട്ടെ എന്താ അവസ്ഥ. 10W40 പഠിച്ചു പോണേ, ഏതെല്ലോ ബ്രാൻഡാണല്ലോ. എനിക്ക് വേണ്ട ബ്രാൻഡൊന്നും ഇല്ല. ഇവർ ചെരിച്ച് വറുത്തിട്ട് ചെയ്യുന്നുണ്ട്. സംഭവം ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നല്ല തണുപ്പുള്ള ഏരിയ, അപ്പം അതിന് പറ്റിയ ഓയിൽ തന്നെ വേണം. ഇത് ഏത് ഓയിലാണെന്ന് കറക്റ്റ് അറിയില്ലല്ലോ. അപ്പം വാങ്ങിയ ഓയിലിപ്പോൾ ഇതാണ്, നമ്മൾ അതായിപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓയിൽ ചേഞ്ച് ചെയ്തു, വേറൊന്നുമില്ല. രാവിലെ സ്റ്റാർട്ടാകാൻ കുറച്ച് ടൈം എടുത്തിന്. അപ്പോൾ എനിക്ക് തോന്നി ഓയിൽ ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റിയ ഓയിൽ മാറ്റണം. അപ്പോൾ 1100-1200 കിലോമീറ്റർ ഓടി സർവീസ് ചെയ്ത്. അപ്പോൾ പിന്നെ എന്തായാലും മാറ്റണം എന്ന് വെച്ചു. അപ്പം മാറി ഓയിൽ ഞാൻ കാണിച്ചിടാം. ബോട്ടിൽ ഓക്കെ. ഇതാ ഇപ്പം മാറി കേട്ടോ. സ്പീഡി മോട്ടോർ ഓയിൽ എന്ന് പറഞ്ഞ ഓയിലാണ്. ഇവിടെ 40 എഴുതിയിരുന്നു. അപ്പോൾ 10W40 ആണ് തോന്നുന്നത്. 10W40 ആണ് വേണ്ടത്. പക്ഷേങ്കിൽ 10W ഇതിലില്ല, 40 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ 1 ലിറ്റർ ഒഴിച്ചിട്ടുണ്ട്. 1200 കപ്പാസിറ്റി, 300 ലിറ്റർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഓയിൽ മാറ്റിയോണ്ട് മൈലേജ് ഷോട്ടോ മറ്റുണ്ടോ നോക്കാം. അങ്ങനെ എന്ത് കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടൗണിൽ പോയിട്ട് മാറ്റാം. ഇറാനിൽ ശരിക്കും ഈ ഫോറിൻ സാധനങ്ങളൊക്കെ ഇട്ടൊരു വളരെ കുറവാണ്. ഞാൻ കണ്ടെടുത്തോളം എല്ലാം ഇവർ ഇതിൻ്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് വേണ്ടി ഇവരുണ്ടാക്കിയതല്ലേ. പക്ഷേങ്കിൽ ഇവിടെ അധികം ചെറിയ ചെറിയ CC വണ്ടികളാണ്. അതേ ഉള്ളൊരു കുഴപ്പം. വലിയ വണ്ടികളൊന്നും ഇല്ല. നമ്മുടെ ഒരു വലിയ വണ്ടി അല്ലേ 200 CC ആണെങ്കിലും വളരെ ചെറിയ റേറ്റ് ഓയിലുള്ളൂ. ഓയിൽ റേറ്റ് നാട്ടിലത്തെ 100 രൂപ ആ റേഞ്ചിൽ 2 ലിറ്ററിന്, 1 ലിറ്ററിന് 50 റുപ്യ. പിന്നെ സർവീസ് ചാർജ് ആണെങ്കിൽ ഓയിൽ മാറ്റാൻ നാട്ടിലത്തെ 30 റുപ്യയുടെ മേടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 250 റുപ്യക്ക് ഓയിൽ ചേഞ്ച് നടന്നു. ഇപ്പോഴാണ് ശരിക്കും ഒരു ടൗണിലെത്തിയ ഫീൽ വരുന്നത്. കാരണം നിറച്ചും വണ്ടികൾ, ട്രാഫിക് ബ്ലോക്ക്, കാര്യങ്ങൾ ഉഷാറ് കേട്ടോ. എന്താ രസം നോക്കിയത്. പിന്നെ ഒരു കാര്യം, അടുത്ത എപ്പിസോഡ് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്തായിരിക്കും അറിയോ? ഈ പട്ടണം. ഞാൻ ഇന്നിവിടെ 2 ദിവസത്തേക്ക് റൂം എടുക്കാൻ പോകും. നാളെ മുഴുവൻ നമുക്ക് ഈ പട്ടണം നടന്നിട്ടും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. കാരണം ഇത് കാണുമ്പോൾ തന്നെ കൊതിയാണ്. ഇത് ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. ഞാൻ വിചാരിച്ച ഇറാനൊന്നുമല്ല ഞാനിവിടെ കാണുന്നത്. ഞാൻ റൂമിലേക്കോ ഞാൻ 1 മണിക്കൂർ റൂമിന് തപ്പിയിട്ട് കാരണം ഇവിടെ ഭയങ്കര വില. റൂമിന് $10, $5 ഇങ്ങനെയൊക്കെ റേറ്റ് പറഞ്ഞു. 6000-7000 രൂപ രാത്രിക്ക്. അവസാനം ഞാൻ ഐഡിയ പ്രഖ്യാപിച്ചു. ആ ഏരിയ ഒഴിവാക്കിയിട്ട് 1 കിലോമീറ്റർ മാറ്റി പിടിച്ചപ്പോൾ റൂം റെൻറ്റ് കുറഞ്ഞു. ഇവിടുത്തെ റൂമെന്നറിയോ 2 ദിവസത്തേക്ക് എനിക്കായത് 2400 രൂപ. ഇത് ഇവിടുത്തെ റൂമുകളൊക്കെ ഇങ്ങനെയാണ്. ഇതിപ്പം ഇങ്ങനെയാണ്. ഇതാണ് ഹോട്ടലിൻ്റെ ഉൾവശം. കണ്ടു, ഇവിടെ ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിൽ അകത്തളം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേ ചെയ്തില്ല അതുപോലെ തന്നെ. അപ്പം ഇതാണ് എൻ്റെ റൂം. ഒരു രാത്രി ഇതിന് 1200 രൂപയാണ് വാടക. ഓക്കെ, ബാത്റൂമൊക്കെ നോക്കാം എങ്ങനെയുണ്ട്. ഓ കുഴപ്പമില്ല, സെറ്റപ്പാ അല്ലേ. 4 സ്റ്റാർ എന്നൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. റൂമില്ല കേട്ടോ. അപ്പോൾ ഈ നോർത്ത് പോയിന്റ് എസ്ഡിൽ വരുന്ന ആൾക്കാർ ഇവിടെ റൂം ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ. അത് വേറെ എന്താ പറയുക, ഫുൾ ടയറാണ്. ഇന്ന് വല്ലാതെ കഷ്ടപ്പെട്ടു. 420 കിലോമീറ്റർ മൊത്തം ഓടി. ഒമാനിൽ ഒരു ദിവസം ഞാൻ 900 കിലോമീറ്റർ ഓടിയിരുന്നു. ഇപ്പോൾ ഈ ഇറാനിൽ
3 ദിവസം കൊണ്ട് 1200 കിലോമീറ്റർ ഓടി കേട്ടോ, 1020 കിലോമീറ്റർ സോറി. അപ്പം വേറെന്താ പറയുക, എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് ഈ 3-4 ദിവസം നമ്മൾ മൊത്തം വണ്ടി ട്രിപ്പായിരുന്നു. പക്ഷെ നാളെ മുതൽ ഈ ടൗൺ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. നടന്നിട്ടും ഒക്കെ നമുക്ക് ടൗൺ എക്സ്പ്ലോർ ചെയ്യാം, മാർക്കറ്റൊക്കെ കയറാം, കുറച്ച് ചരിത്രമൊക്കെ പഠിക്കാം കേട്ടോ. അപ്പോൾ ശരി ഗൈസ്, അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.